Next, we are having the monkey. Next, we are having the rabbit. And last but not the least, we are having the fox. The cunning fox, the clever fox. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. ഇവരെല്ലാവരും ചേർന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പപ്പറ്റ് ഷോ ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ച് കാണാം, ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലേ കഥ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. Forest. He was respected and feared by all the animals in the jungle. But as years passed by, the lion was getting very old and weak. It was not possible for him to hunt for the animals. He feared that he would die of starvation. എന്താ പറ്റിയ പണ്ട് കാട്ടില് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവാണ് ലയൺ. യെസ്, the lion is sitting over there. See, അപ്പോൾ ലയനെ എല്ലാവരും കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്, അല്ല ഭയങ്കര റെസ്പെക്റ്റുമാണ്, പേടിയാണ്. പക്ഷെ ലയൺ എന്താ പറ്റിയ ലയണ് കാലം തോറും വയസ്സായി. ലയണ് ഓടിപ്പോയി അനിമൽസിനൊന്നും പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് പുറത്തറിഞ്ഞാൽ അനിമൽസ് ഒക്കെ എന്ത് ചെയ്യും, കളിയാക്കും. അവർക്ക് മനസ്സിലാവും ലയണ് വയസ്സായിരുന്നു. അപ്പൊ ലയനെ ആർക്കും പേടിയുണ്ടാവില്ല അല്ലേ. പക്ഷെ ഞാൻ പനി വന്ന പോലെ സിക്ക് ആയ പോലെ അഭിനയിക്കാം. അപ്പൊ എല്ലാവർക്കും I will not survive if I am not able to get any food. I have an idea. I will pretend to be sick, and when animals come to see me, I will finish them off. ലയൺ എന്താ പറയണ? ലയൺ പറയണ സ്വയം ആലോചിക്കണ ലയൺ തീരെ വയ്യ, പനിയാണെന്ന് അവരോടൊക്കെ നോണ പറയാം. അപ്പൊ അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വരുമ്പോ അതൊക്കെ ഓരോരുത്തരെയും പിടിച്ച് തിന്നാം. അങ്ങനെ ഐഡിയ കാട്ടിലെ മൃഗങ്ങൾക്കൊക്കെ മനസ്സിലായി. അവരുടെ കാലത്ത് സംസാരിക്കാൻ എന്ത് രാജാവിന് തീരെ വയ്യ, അപ്പൊ നമ്മളൊക്കെ കാണാൻ പോണ്ടേ എന്ന് അനിമൽസ് ഡിസ്കസ് ചെയ്യണം. എല്ലാവർക്കും കൂടി കാണാൻ പോണ്ടേ രാജാവിനെ. അപ്പൊ എന്താ കൊണ്ടുപോവാ, എപ്പോഴാ കാണാൻ പോവാ എന്നൊക്കെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യണം. അപ്പൊ എല്ലാവരും ലയനെ കാണാൻ ആരാദ്യം കാണാൻ വരുന്നത്? Monkey. Yes, the monkey is coming to see the lion. How are you, my dear king? Hope you are doing well. The lion replied in a feeble voice, I am too weak, not able to stand. Come in, my friend. I will not do any harm to you. അപ്പോൾ ലയൺ പറയണം, അകത്തേക്ക് കയറി വരൂ, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല, ഞാൻ വളരെ സിക്ക് ആയിട്ടില്ല, വളരെ He believed the lion's words and eagerly entered inside. But as soon as he entered, the lion pounced on him. The lion pounced on him and had a happy meal. കേട്ടോ എന്താ ചെയ്ത ലയൺ എന്താ ചെയ്ത്? മങ്കി സന്തോഷത്തോടെ ലയന്റെ വിശേഷം അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ ലയൺ മങ്കിനെ പിടിച്ചു തിന്നു. കേട്ടോ മങ്കി അവിടെ ഇല്ല. See, the lion is happy. ആരും പറയാതെയും ഓടാതെയും ലയന് ഭക്ഷണം കിട്ടി അല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആരാ വരുന്ന ലയനെ കാണാൻ? ഒരു മാൻകുട്ടി വരികയാണ്. മാൻകുട്ടി ഓടി വരിക. ആരെ അന്വേഷിക്കാൻ? ലയനെ അന്വേഷിക്കാൻ വേണ്ടി വരിക. പാവം മങ്കിയുടെ കാര്യമൊന്നും മാൻകുട്ടിക്ക് അറിഞ്ഞൂടാ. ഹലോ my dear king, are you there? Hope all is good. The lion replied. The lion is coughing. No, my dear, I am feeling sick. Please come inside and see me. See, the lion is attacking the deer. Oh my God! Not a deer ni pidichu lion. Monkey and deer. Next it was the turn of the rabbit. The rabbit carried berries and nuts. Rabbit എന്താ കൊണ്ടുവന്നിരിക്കണം? ലയൺ രാജാവിന് കഴിക്കാൻ വേണ്ടി ബെറീസും നട്ട്സും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ റാബിറ്റ് ലയനോട് ചോദിക്കണം, ഹലോ മൈ ഡിയർ കിങ്, മൈ greetings to you. ലയൺ പറയണം, is that my friend the little rabbit? Yes my lord, it's me, the little rabbit. Tell me my little one, how is everyone out there? ഇൻവെസ്റ്റിന്റെ കാൽപാദങ്ങൾ അകത്തേക്ക് പോയവർ ആരും പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് ഫോക്സിന് മനസ്സിലായി. അപ്പൊ ഫോക്സ് എന്ത് മനസ്സിലാക്കി? ഈ ലയൺ ഓരോരുത്തരും ഉള്ളിൽ തിന്നണമെന്ന് മനസ്സിലായി ഫോക്സിന്. അപ്പൊ രാജാവ് വെറുതെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി. The fox replied, no my king, I can see the footprints that those inside has not come out, so I don't want to risk myself. The clever fox did not waste any moment and he hurried back home. Besna കാൽപാദങ്ങൾ അകത്തേക്ക് പോയത് ആരും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ പപ്പറ്റ് ഷോ കഴിഞ്ഞു. All of you clap hands for this puppet show.